ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ടേസ്റ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോയിട്ടോ. ഇത് ഈ ബാക്കി വന്ന പൂരി കൊണ്ടിട്ടാണ് ഞാൻ ഈ ടേസ്റ്റി റെസിപ്പി ഉണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ നമുക്ക് ഈ പൂരി ചെറിയ കഷ്ണങ്ങളാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ഞാൻ എല്ലാം വേറൊരു പാത്രത്തിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കണം. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം കേട്ടോ. ബീൻസ് ഒക്കെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ആദ്യം ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അത് നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണേ. ചെറിയ കഷ്ണങ്ങളാക്കി അരിയുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയാണ് വേണ്ടത്. അതും നന്നായിട്ട് നീളത്തിൽ വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. കനം കുറച്ച് അരിയാനും ശ്രമിക്കണം കേട്ടോ. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളിക്കാണ് വേണ്ടത്. അത് ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് പിന്നെ അത് കനം കുറച്ച് നീളത്തിൽ അരിയുന്നുണ്ടേ. അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പച്ചമുളകാണ് കേട്ടോ വേണ്ടത്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 2 എണ്ണം ഇടുക. എരിവില്ലാത്തതാണെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ ഇടാം കേട്ടോ. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ പച്ചക്കറികളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് വേവിക്കാൻ വെക്കണം. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കാൻ ഇടണം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിലേക്ക് ഇടാം. അതിൻ്റെ ഒരു പച്ചമണം മാറി അതൊന്ന് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ട് വേണം കേട്ടോ സവാള ഇടാൻ വേണ്ടിയിട്ട്. ഉപ്പിടുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നിങ്ങൾ സവാള നന്നായിട്ട് വഴക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴങ്ങി നമുക്ക് ഉടയുന്ന നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ അത് ഉടയുന്ന രൂപത്തിലാവുമ്പോൾ നമ്മളത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും മതി കേട്ടോ നമുക്ക് പൊടികളെല്ലാം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ വേണ്ടത്. ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഉള്ളവരാണെങ്കിൽ അതോടിട്ട് നന്നായിട്ട് ആ മസാലയ്ക്കകത്തെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നവരെ ഇളക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് 2 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. അത് പൊട്ടിച്ചൊഴിച്ച് ആദ്യം നമ്മൾ മുട്ട മാത്രമായിട്ടൊന്ന് ചെക്കിത്തോക്കി എടുക്കുക. അതിനുശേഷം ആ മസാലയ്ക്കകത്തെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് ആ മസാലയും മുട്ടയും എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിച്ച് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൂരി ഇട്ട് കൊടുക്കാവേ. അത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. കുത്തി കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടും. പിന്നെ ഈ പൂരി കുറച്ച് കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളത്തിൽ അതൊന്ന് കുതിർത്തെടുത്തിട്ട് നമുക്കത് പിച്ചിക്കീറി എടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം അരിഞ്ഞ് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.